എടി ഞാൻ ഇപ്പൊ എന്താ അഫ്സൽ വരുമ്പോ പറയല്? എന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ അന്റെ തൊള്ളയും ചെറിയൊന്ന് ഒതുക്കി വെക്ക് 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 എന്നുള്ളത്. ഇജ്ജ് എന്നോട് പറഞ്ഞാട്ട് ഞാൻ എന്തെന്റെ കുട്ടി വരുമ്പോ ഞാൻ പറയല്? ഇമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ എനിക്കറിയില്ലല്ലോപ്പാ അവളിപ്പോ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുള്ളത്. ഞാനെന്ന് അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അതിപ്പോ ഇത്ര വലിയ ബോംബായിട്ട് അവള് മഹർ ഊരിച്ചങ്ങാണ്ട് ഇവിടുന്ന് പോകുന്നുള്ളത് അറിയില്ലല്ലോ. അല്ലെങ്കിൽ പെണ്ണിന് അഹങ്കാരം കുറച്ച് കൂടുതലാ. കുറി അടക്കി ഒന്നടുത്ത് അന്നാണ്ടല്ലേ ഞാന് ഇക്കറിയപ്പോ ഓള് ഇവിടുന്ന് പോവോന്നുള്ളതെന്ന്. 2 ആഴ്ച ആയിട്ടുള്ളൂ അഫ്സൽ ആ പെൺകുട്ടിനെ അങ്ങോട്ട് കെട്ടിക്കൊടുന്നിട്ട്. അതറിയില്ല എനിക്ക്. ആളുകൾ കേട്ടാ എന്താ വിചാരിക്കല്? ഈ പെരന്റെ ഉള്ളിൽ അത്രയും പോരടിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇവിടുന്ന് ഇറങ്ങി പോയിക്കണെന്നല്ലേ. അത് മഹർ ഊരി വെച്ചിങ്ങാണ്ട് ആ ചെക്കപ്പ് ഇങ്ങോട്ട് കേറി വരും. എന്താ ഇപ്പൊ ഞാൻ പറച്ചില്? ഇപ്പാന്റെ അടുത്ത് എനിക്ക് എന്ത് കേട്ടിട്ട് ഒരു കൂസലും ഇല്ലല്ലോ. വല്ലാത്തൊരു തൊലിക്കട്ടിയാണ് മോളെ അൻ്റെത്. റീനു പറഞ്ഞ മാരിക്കന്നെ എത്ര പറഞ്ഞാലും കേൾക്കൂല. തൊള്ളിയും ചെറിയ ഒതുക്കണം എന്നുള്ളത്. ഓൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞില്ല. പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. ഇക്കറിയില്ല. നിങ്ങൾ ഓൻ വരുമ്പോളേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാണ്ടി. പെണിന്റെ അഹങ്കാരം കൊണ്ട് പോയതല്ലേ. ഇത് ശരിയാ. ഉമ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ നിൽക്കരുത് ഓളോ അഹങ്കാരം. മനുഷ്യന്മാരായാലേ കുറച്ചൊക്കെ ഒരു നാണം വേണം. ഷെറിത്ത അഫ്സലിക്ക് ഇപ്പൊ വരും. അഫ്സലിക്ക് വരുമ്പോത്തിനെ ആദ്യത്തെ പോയേനെ ഒരു കാരണം കണ്ടെത്തിക്ക ഷെറിയ. എന്തായാലും പറയണ്ട. ഇമ്മി മോളെ നല്ലോണം ചിന്തിച്ചോട്. വേണ്ടാത്ത പണിയെടുത്തതല്ലേ. ആ പാവത്തിനിട്ടണ എന്ത് കാര്യത്തിനാ ഷെറിത്ത ഇങ്ങനൊക്കെ പറഞ്ഞത്? സ്വന്തം ആങ്ങളുടെ ജീവിതേ നശിപ്പിച്ചപ്പോഴേ സമാധാനായില്ലേ. കഷ്ടം. റീനു മതി നിർത്ത്. ഇന്റെ കുട്ടി എന്തോന്ന് പറഞ്ഞേനെ അന്റെ നാത്തു ഇവിടുന്ന് ഇറങ്ങി പോവാൻ നിന്നുണ്ടെങ്കിലേ അതിന് പിന്നെ അഹങ്കാരം എന്നല്ലാതെ എന്തെന്നാ പറച്ചില്? ജൈനി ഇനി ഇവളെങ്ങനെ ക്രോശിക്കാൻ നിക്കണ്ട എല്ലാന്നും. ഇപ്പന്നെ ഇപ്പൊ വയറ് നിറച്ചിങ്ങാണ്ടേ ഇത്താക്ക് കൊടുത്തിക്കണ്. ഇനിയിപ്പൊ എന്റെ ഭാഗ്യം കൂടി ഇച്ച് കൊടുക്കണ്ട. അതിന് മാത്രം പ്രായം ആവട്ടെ എനിക്ക്. അന്ന് ചിത്താനെ ചീത്തറിഞ്ഞാ മതി. ആ റീനു മതി നിർത്ത്. ഇന്റെ വായ അടപ്പിക്കാനേ ഇമ്മ എന്താ ഉഷാറ്. ആദ്യത്താനെ ഷെറിത്ത ഇങ്ങനെ പറയുമ്പോളേ ഇമ്മ ഒന്നും മുണ്ടിയില്ലല്ല. അപ്പൊ ഉമ്മ കേട്ട് രസിച്ച്. ഷെറിത്ത അഫ്സലിക്ക് വന്നുകാണ്ട് ചവിട്ടി പുറത്താക്കണം നോക്കിക്ക. അന്നല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കണം. ഉമ്മ അതൊരു വെടക്കെട്ട് സ്വഭാവല്ലേ. സ്വന്തം എത്തായിപ്പോയി. ഇത് കണ്ടില്ലമ്മ. അഫ്സൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവള് പറഞ്ഞു കൊടുക്കും ഞാൻ കാരണമാണ് അവൾ ഇവിടുന്ന് പൊയ്ക്കണെന്നുള്ളത്. ഉറപ്പാണ്. അല്ലെങ്കിലോ ഇപ്പം എന്നോട് ദേഷ്യപ്പെട്ട് കണ്ട് പുറത്തൊക്കെ പോയി. നിങ്ങളും ദേഷ്യപ്പെട്ടോളി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തോണ്ടി. എന്തെങ്കിലും ഒന്ന് പൊള്ളു പറഞ്ഞാൽ മതി. ഓളെ വാശിക്ക് ഇറങ്ങിപ്പോയതാണ് അങ്ങനെ എന്തെങ്കിലും ഒന്ന്. ഇതിപ്പോൾ അവന്നെ പേടിയാവുണ്ട് സത്യം പറഞ്ഞമ്മ. ഇല്ലെങ്കിലും ആ നശിച്ചോള് ഇവിടുന്ന് എന്തി കണ്ടിട്ടാണോ ഇറങ്ങിപ്പോയിക്കണത്? പടച്ചോനെ എന്തൊക്കെയാണ് അവൻ ഉണ്ടാവല്. ഇല്ലാത്തൊരു മലക്കം. റീനു പറഞ്ഞ മാതിരിക്കേ ഒരു കാരണം കണ്ടെത്തിക്കച്ചി ഇല്ലാന്ന്. റീനു പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കുറെയൊക്കെ നമ്മളെ തൊള്ളിയും ചെറിയ ഇതൊക്കെ ഒതുക്കി വെക്കണം. ഇതെങ്ങനെയാണ്? ഇല്ല റീനു പറഞ്ഞു കൊടുക്കൂല. ചെല്ലിന്ന് പറഞ്ഞിട്ട് ഈ ജീവൻ കളയണ റീനു ആണ്. ഓള് പറഞ്ഞു കൊടുക്കൂല. ഓളെ നാത്തൂനെ ഇവിടുന്ന് ഇറക്കി വിട്ടേന്. എന്തൊക്കെയാണ് അവൻ ഉണ്ടാവില്ല. ആ ചെക്കൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണം കണ്ടെത്തിക്കച്ചി. ആദി ആദി ഈ പെണ്ണെവിടെ പോയിരിക്കുക? ഇക്ക ആദ്യം ഇവിടെ ഇല്ല. അവിടെ അല്ലേ? പിന്നെ അവിടെ പോവാനാ? ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് വിളിച്ച്. ഓളെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ചിലപ്പം ചാർജിൽ എങ്ങനെയാ വിട്ടു വയ്ക്കുന്നുണ്ടാവും. അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആദ്യന്റെ? എന്താ അറിയുന്നു അങ്ങനെ ചോദിച്ചേ? ആദ്യം എവിടെ പോയി? അതില്ലക്ക ഇന്ന് ഇവിടെ ഒരു സംഭവം നടന്ന്. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതാണാ. ഈ എന്തേടി കരുതിയട്? അന്ന് ഞാൻ പേടിച്ചിട്ടാണ് നേരത്തെ മിണ്ടാതെ പോയതെന്നോ നോവിക്കണത്. അത് ഇമ്മല്ലേ പ്രായമായതല്ലേ ഇതിന് സഹിച്ചോടുമ്പോ. ശരിന് ഞാൻ എന്താണ് ചെയ്തത്?
പടച്ചോനെ, എല്ലാരും കൂടി എൻ്റെ പെണ്ണിനെ. അല്ല മോളെ, നീ ഇല്ലായിരുന്നു ഇവിടെ? ഇല്ലക്ക, ഞാൻ കോളേജിൽ പോയതായിരുന്നു. വന്നപ്പോഴേ ആദ്യം കുളിക്കാതൊക്കെ ഇരുന്നിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കേ എന്തെങ്ങനെ കുളിക്കാതെ ഇരിക്കണേന്ന്. ആളപ്പം നല്ലോണം പൊട്ടിത്തെറിച്ച് നല്ല ടെൻഷനിലായിരുന്നു. പാവം കുറേ കരഞ്ഞ്. ഞാൻ പറഞ്ഞതക്ക പോവണ്ടെന്നുള്ളത്, പക്ഷെ കേട്ടില്ല. ആദ്യക്ക് തീരെ സഹിച്ചില്ല തോന്നുന്നു ഷെറിത്ത പറഞ്ഞത്. പിന്നെ അതുമല്ലക്ക, ഏതൊരു പെണ്ണ് സഹിക്കണ കൂട്ടല്ലല്ലോ ഷെറി പറഞ്ഞത്. അമ്മട്ടം വർത്താനാണ് ഷെറി ആദിനോട് പറഞ്ഞത്. ആദിനെ ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും, ആദ്യം ഇവിടുന്ന് പോയേന്. പക്ഷെ അവള് മഹറ് ഉരിച്ച് പോയിക്ക. അതാണ് ഭയങ്കര ടെൻഷനായതൊക്കെ. സമാധാനമായല്ലോ എല്ലാവർക്കും. ആ ഷെറി എവിടെ? ഷെറിയ, ഷെറിയ! പടച്ചോനെ, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ. അല്ലെങ്കിലും ഷെറിക്ക് 2 കിട്ടണക്കാൻ്റെ അടുത്തുനിന്ന് നന്നാവുള്ളൂ. ഇപ്പൊ പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലല്ലോ. പറടി, ആദ്യം എവിടെ? ആദ്യം എവിടെയെന്ന്? അത് അഫ്സല, ഞാൻ തമാശക്ക് എന്തോ പറഞ്ഞേനെ. അവള് ഇവിടുന്ന് എന്ത് തമാശക്ക് പറയേ? ഞാൻ കെട്ടിയ മഹറടക്കം ഇവിടെ അയച്ചു വെച്ച് പോകാൻ മാത്രം എന്ത് തമാശ നീ ഓളോട് പറഞ്ഞേ? അഫ്സല, ഈ ചിന്റെ കുട്ടീനെ അടിക്കാൻ മാത്രപ്പേ ഓളെന്താ ചെയ്തത്? അന്റെ കെട്ടിയോള് ഇവിടുന്ന് അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോയേന് ഇന്റെ കുട്ടി എന്ത് പയച്ചു? ഇജ് അതിന്റെ കാരണം അടിച്ചു പോകച്ചല്ലടാ. ഇത്രയും കാലമായിട്ട് ഇജ് അതിനെ അടിച്ചിട്ടില്ല. അന്റെ പെണ്ണുങ്ങൾക്ക് മടിയിലാണ് എന്റെ കുട്ടീന്റെ മോന്ത അടിച്ചു പൊട്ടിച്ചത്. എനിക്ക് എങ്ങനെ തോന്നി അഫ്സല ഇതൊക്കെ? ഇതേമ്മ, ഞാൻ ആകെ കൈവിട്ട് നിൽക്കുക കേട്ടോ. ഉമ്മാന്നൊന്നും ഞാൻ നോക്കിയല്ല, എന്റെ പിടിവിട്ട് നിൽക്കുക. ആ പാവത്തിനോട് ഇത്രയും ദ്രോഹം ചെയ്യാൻ മാത്രം അത് എന്ത് തെറ്റാ അങ്ങളോടൊക്കെ ചെയ്ത്? അതിനടാ, അന്റെ പെണ്ണുങ്ങളെ ഇവിടെ ആരെ ദ്രോഹിച്ചത്? സുഖം കൂടുമ്പോളേ ചാടി തുള്ളി പോയതാണ് ഓള്, അല്ലാതെ വേറെ ഒന്നല്ല. ഈ പെരയില് എന്തിന്റെ കുറവാണ് ഓൾക്കുള്ളത്? ഒരു കുറവില്ല. പക്ഷെ അന്റെ പെണ്ണുങ്ങൾക്ക് ഇവിടെ സുഖം ഏറി. അന്നെ എല്ലാത്തിനും കിട്ടുന്നുള്ളതേ ഓൾക്ക് ഈ 2 ആഴ്ച കൊണ്ട് മനസ്സിലായി. അങ്ങനെ ചാടി തുള്ളി പോയതാണ്, അല്ലാതെ ഇന്റെ കുട്ടി കാരണമൊന്നല്ല. ഓനെ അടിച്ചിക്കണ അതിനെ. ഇമ്മ കുറച്ചൊക്കെ കണ്ണിച്ചോര കാണിക്കാം. എങ്ങനെ സാധിക്കണം ഇങ്ങനൊക്കെ? നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല ആദ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ. ഞാൻ മരിക്കുന്നവരെ, എൻ്റെ ജീവനുള്ള കാലം വരെ എൻ്റെ മഹറിന് അവകാശമായിട്ട് ആദ്യം എൻ്റെ കൂടെ ഈ വീട്ടിലുണ്ടാവും. ഓ, അല്ലേ ഇപ്പം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മകനായി പോയി. അല്ലേ ഞാൻ ചെറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് ഇറങ്ങിക്കൊള്ളണം വീട്ടിൽ നിന്ന്. പിന്നെ എൻ്റെ ആദീനെ ഞാൻ പോയി വിളിക്കും. എൻ്റെ പൊന്നു ചെറിയ ഓളങ്ങ എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അനക്കിങ്ങനൊരാങ്ങളില്ല. ഞാൻ മരിച്ച് അങ്ങനെ തന്നെ വിചാരിച്ചോ. എൻ്റെ പൊന്നുമ്മ നിങ്ങളോട് കൂടിയിട്ടായിട്ട് പറഞ്ഞേ. എൻ്റെ ആദ്യം ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ നിങ്ങളെ മോനെ മരിച്ച് ഓളോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനി ഉണ്ടാകില്ല. മോനെ, ഇപ്പൊ മോനെ അഫ്സലേനെ വിളിച്ച് കരഞ്ഞിട്ടേ യാതൊരു കാര്യമില്ല. ഇമ്മിയും മോളും കൂടി ഓരോന്ന് ചെയ്തു വെക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു. അഫ്സലിക്ക് പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളൂ. ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലാന്നുണ്ടെങ്കിൽ ഇമ്മാക്ക് ഇതേപോലത്തെ ഒരു മകളില്ലാന്ന് അങ്ങോട്ട് വിചാരിച്ചോണ്ട് എന്റെ പൊന്നാരെ റിനോ, ഇമ്മ എല്ലെങ്കിലോ തലമ്മ കത്തി നിൽക്കാണ്. എൻ്റെ വാപ്പാന്റെ വക ഒന്ന്, എൻ്റെ വക ഒന്ന്, എൻ്റെ കാക്കാന്റെ വക ഒന്ന്, ഇതാ ഇവള് വക വേറൊന്ന്. എല്ലാതും കൂടി എൻ്റെ തലക്ക് ചാത് പിടിപ്പിക്കല്ല നിങ്ങൾ എല്ലാവരും കൂടി. ഇപ്പോഴത്തെ ഒരു സാധു പെൺകുട്ടിനെ ഇനി നമ്മൾ അഫ്സൽഖാന്റെ ജീവിതത്തിൽ കിട്ടൂലമ്മ.
ഓ പാവത്തിനിട്ടിട്ടാണ് രണ്ടും കൂടി. ഷെറിക്കാനെ കാണുമ്പോൾ ദേഷ്യം വരികയാണ്. അഫ്സൽക്ക് പറഞ്ഞ മാതിരിക്ക് ഇവിടുന്ന് ഒന്ന് പോയി തരുക, കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും. എല്ലാ പെൺകുട്ടികളും കെട്ടിച്ച പെരേ നിൽക്കുവല്ലേ, ഇത് 24 മണിക്കൂർ ഇവിടെ അടട്ട് കിടന്നിട്ടാണ്. ഇന്റെ മോളെ, ഇന്റെ ആളെ കൊണ്ട് കിട്ടിയ ഓരോരോ ഇടങ്ങറും മുസീബത്തും. ഇമ്മ, ഇനി എന്താ നമ്മൾ ചെയ്യല്? അഫ്സൽ പറഞ്ഞിട്ടില്ലേ, ആ നാശം പിടിച്ചോള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അഫ്സൽ നമ്മളെ കൈവിട്ട് പോവും, ഉറപ്പാണ്. ഒന്നില്ലെങ്കിൽ അവനെ അവളെയും കൊണ്ട് വേറെ വീട് വെച്ച് പോവും, അല്ല ഈ വാടകയ്ക്കെങ്കിലും പോവും. ഇവനക്കാന്നുണ്ടെങ്കിൽ ആദിലാന്ന് വെച്ചാൽ പ്രാന്താണ്. ഇങ്ങനെയുണ്ടാവും മനുഷ്യന്മാര്. എന്ത് ചെയ്യാനാണ് ഷെറീന? ഇമ്മാന്റെ കുട്ടി ഓരോന്ന് ചെയ്തു വെക്കുമ്പോളേ ആലോചിക്കണ്ടീന്ന്. ഇത് പ്രേമെന്നല്ല പറയല്, ഇതൊരു തരം സൈക്കോ സ്വഭാവമാണ്. ഇമ്മ ഒന്ന് വിളിച്ചു നോക്കിയ അവളെ. ഇന്നെ കൂടെ ഒന്ന് വെച്ചാ എൻ്റെ നാത്തൂനെ വിളിക്കാൻ ഇല്ലാന്ന്. ഇമ്മ നിങ്ങളിങ്ങനെ പറഞ്ഞാലെങ്ങനെ ശരിയാണ്? എനിക്കൊരു അബദ്ധം പറ്റി. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒന്ന് വിളിച്ചു നോക്കിമ്മ, അല്ലെങ്കിൽ ഇപ്പാനെ കൂട്ടിങ്ങാണ്ട് നിങ്ങളൊന്ന് പോയി നോക്കിയോളോടെ. എന്നിട്ട് അവളെ അമ്മാനോടും അവളെ ആ അമ്മ ഇല്ലേ, എന്താ മൂത്താപ്പ അമ്മാനോ ഏതൊന്നും ഇല്ലേ അവളെ വളർത്തുന്ന, അതിനോട് പറഞ്ഞാലും മതി. അതാവുമ്പോളേ അവളെ പറഞ്ഞനുസരിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊടുന്നോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമ്മ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് പറഞ്ഞാൽ മതി ഇപ്പാനോടൊക്കെ എൻ്റെ കൂടെ ഒന്ന് വരുന്നുള്ളത്. നല്ല രസം ഉണ്ടാവും. എന്നാലും എങ്ങനെ വിളിച്ചാൽ വരാന്? എന്താലാക്കിലെ വർത്താനാണ് അവളോട് പറഞ്ഞത്? അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു വസ്തു എന്നോട് മുണ്ടിയില്ല, അതറിയാം എനിക്ക്. എൻ്റെ മളെ, ഇമ്മാന്റെ കുട്ടിനെ കൊണ്ട് കിട്ടിയൊരു പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ എനിക്കുണ്ട് മാപ്പിള, പക്ഷെ ഇവനെ പോലെ പ്രാന്തായിട്ട് നടക്കണമെന്ന് എൻ്റെ മാപ്പിള. അയാൾക്ക് ഞാൻ വന്നാലും പോയാലും ഒക്കെ കണക്ക് തന്നെയാണ്. പക്ഷെ ഇവനെന്തമ്മ ഇങ്ങനെ? അതിന് മാത്രം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാ കുറച്ച് കൂടുതൽ പറഞ്ഞും ചെയ്തിക്കണം. ഞാൻ നോക്കട്ടെ വിളിക്കാൻ. അല്ല അപ്പൊ എന്താ ചെയ്യ? വിളിക്കല്ലാതെ. ആ ചെക്ക അന്നും വള്ളും കുടിക്കൂല, വല്ല പ്രാന്തമാരമാരിക്കാവും ഇവിടെ നടക്കല്. ഇമ്മാന്റെ കുട്ടിനോട് ഉമ്മ എന്താ പറഞ്ഞത്? അള്ളാനെ വിചാരിച്ചിട്ട് എന്റെ നാവോണ്ട് അവളോട് ഉരിയാടല്ലേന്ന് പറഞ്ഞില്ലേ? ആര് കേൾക്കാന്? വിളിച്ചോക്കട്ടെ ഉമ്മ. വിളിച്ചിട്ട് ഇനിയിപ്പോ ഫോൺ എടുക്കണില്ലേ, അല്ലെങ്കിൽ അവള് കട്ടാക്കേ അല്ലെങ്കിൽ വരൂലെന്ന് പറയാന്നുണ്ടെങ്കില് ഇപ്പാനെ കുട്ടിയൊന്ന് പോയോക്കട്ടെ, എന്താ പറയാന്നറിയാലോ. ഞാൻ പറഞ്ഞില്ല, ഒക്കെ എന്റെ വയറ്റിന്ന് പോന്നതായി. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാവല്. ഇവനാണെങ്കിൽ എന്താ അടി അടിച്ചത്? ഒക്കെ ആ നാശം പിടിച്ചോളൂ കാരണം. ഇത്രയും കാലമായിട്ട് എൻ്റെ ആങ്ങളെന്നെ അടിക്കേ ഒന്നും ഉണ്ടായിട്ടില്ല. അവള് വന്നപ്പോ ഇങ്ങോട്ട് വാടി എനിക്കാൻ തരുന്നുണ്ട്. വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പേടിച്ചെന്നുള്ളത്. ഈ പെണ്ണെന്തിനാ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേ? ഇക്ക ആദിക്ക് വിളിച്ചിട്ട് കിട്ടിയോ? സ്വിച്ച് ഓഫ് ഓണായോ? ഇല്ല റിനോ, ഫോണ് സ്വിച്ച് ഓഫാ. ഞാൻ എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ. വേണ്ടക്ക, ആദ്യം പറഞ്ഞിരുന്നു ഇക്കാനോട് പറയാൻ എന്നോട് അവളെ തേടി ചെല്ലരുത് എന്നുള്ളത്. അവൾ അത്രക്ക് വാശിയാണ് ഇക്ക. നമ്മളെ ചെറുത്തെ അവളെ അമ്മാനെ അഞ്ചത്തിനൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കണത്. ഇക്കാക്ക് സഹിക്കോ? ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചെറിനും പറ്റിക്കാണ്ട് ആരെങ്കിലും ഒരാൾ മോശപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് സഹിക്കൂലല്ലോ. ഇവിടെ അതിനെ സംഭവിച്ച്. പിന്നെ കഴിഞ്ഞ കല്യാണത്തിനെ പറ്റിയിട്ടേ എന്തൊക്കെ ആദ്യനോട് പറഞ്ഞിക്കണെന്ന് തോന്നണം. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ലല്ലോ അക്ക. ആദ്യാന്നുണ്ടെങ്കിൽ കരഞ്ഞിങ്ങടെ ആകെ തളർന്നിക്കണ് ആ പാവം. അതുമല്ല, 2 ആഴ്ച ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ആ പാവത്തിന് ഈ പെരയിലൊരു മനസമാധാനം ഉണ്ടായിട്ടില്ല. ഞാനല്ലാണ്ട് ആരറിഞ്ഞു ഓളെ നോക്കി പോവാ? 2 വർഷം ഞാൻ ആദ്യം അറിയാണ്ട് അവളെ സ്നേഹിച്ചു. ഇപ്പൊ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ ഇതാ അവസ്ഥ. എൻ്റെ റിനോ, ഈ ഉമ്മയും ചെറിയൊക്കെ എന്തിൻ്റെ പേരില ഈ ആദ്യം വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണത്തിൻ്റെ പേരിലാണോ? അല്ല മോളെ, ഞാൻ നയിക്കുന്നൊക്കെ വീട്ടിലേക്കല്ലേ കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഉമ്മാക്ക് ചെറുക്കിയൊക്കെ എന്താ?
ഇമ്മാക്ക് ശരിക്കേ വേറെ ഒരു പ്രശ്നമല്ലക്ക. ആദ്യം രണ്ടാം ഘട്ടാണല്ല, ആ ഒരു പ്രശ്നമാണ്. ഇമ്മി ചെറി ഇപ്പോള് ആ പഴയ ചിന്താഗതിയിലാണ്. അവർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. രണ്ടാം ഘട്ടും മൂന്നാം ഘട്ടമായാലും സ്വന്തം മകന്റെ ജീവിതം നന്നായ മതി എന്നാണ് ഏത് ഉമ്മമാരും ബുദ്ധിയുള്ള ഉമ്മമാർ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മളമ്മ അങ്ങനെയല്ല. നമ്മളമ്മ ഏത് യുഗത്തിലാണ് അവൻ ജീവിക്കണത്. എന്തായാലും ഇക്കൊന്ന് പോയോക്കി ആദിന്റെ വീട്ടില്. ഇക്ക വിളിച്ചാലേ ആദിക്ക് വരാതിരിക്കാൻ കഴിയൂല. എനിക്ക് തോന്നണില്ല അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ പോക്ക്. എന്നാലും ഇക്കൊന്ന് ചെന്ന് വിളിച്ചു നോക്കി. ഇക്ക വിളിച്ചാൽ വരാതിരിക്കൂല. പിന്നെ അതല്ലക്ക, ആദ്യം ഇവിടുന്ന് എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കണത്. അല്ലാതെ ഇക്ക കെട്ടി മഹർ ഇവിടെ ഊരി വെച്ചുകൊണ്ട് അവൾ ഇവിടുന്ന് പോവൂല. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി. എനിക്കൊരു പേടിയുണ്ട് ഇക്ക, ആദ്യം ഇനി ഒരിക്കലും കൂടെ തിരിച്ചു വരൂലേ.